നമ്മളിപ്പോൾ ഇത്തിസലാത്തിലോട്ട് ബസ് കയറാനാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ബസ് വരുന്നുണ്ട്, എവിടേക്കാന്ന് എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ ഒറ്റയ്ക്ക് കണ്ട ആരുമില്ല. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഒരു മലയാളി ചേട്ടനായിരുന്നു ഡ്രൈവർ ഉണ്ടായിരുന്നേ. അപ്പോൾ ആൾ നന്നായി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് കേട്ടോ, ഒറ്റയ്ക്കാണ് പോണത്. ഓക്കെ, ഒരു ബസ് വന്നിട്ടുണ്ട്. 32 ആണ് നമ്പർ. നമുക്ക് F02 പോകേണ്ടത്. കണ്ട, ഇത് 32 ആണ് നമ്പർ. അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ബസ് പോവാണ് ഗൈസ്. ഇവിടെ ഭയങ്കര വെയിലാണ്, കുടയും കാര്യങ്ങളൊന്നും കയ്യിലില്ലേ. ഞാൻ വ്ളോഗ് ഇട്ട സമയത്ത് ഒരാൾ ചോദിക്കുന്നുണ്ടായി, അവിടെ സമ്മറല്ലേ എന്താണ് കുട യൂസ് ചെയ്യാത്തത്, അവിടെ ആരും കുട യൂസ് ചെയ്തിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ കുട യൂസ് ചെയ്യാറില്ല, നല്ല സുഖമാണ് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. നല്ല പേടിൻ്റെ ഉള്ളിൽ, പേടി എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് തോനെ പൈസ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങാനും വഴി തെറ്റി പോവുകയാണെങ്കിൽ, വഴി തെറ്റൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ നമുക്ക് നോയൽക്കാടും കാര്യങ്ങളായ കാരണം ബസ്സിൽ റൂട്ട് തെറ്റില്ല. കാരണം ഈ F02 എന്നുള്ള ബസ് എന്ന് പറയുമ്പോൾ ഇത്തിസലാത്തിലോട്ടാണ് പോകുന്നത്. ഒരു ഒറ്റ റൂട്ടിലാണ് ബസ് പോകുള്ളൂ, വേറെ എവിടെയും പോകില്ല. വീണ്ടും ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ വലിയ പ്രശ്നം, എനിക്ക് പോകുമ്പോൾ പ്രശ്നമില്ല. തിരിച്ചിവിടെ വന്ന് ഇറങ്ങാനാണ് എനിക്കൊരു ഡൗട്ടും കാര്യങ്ങളും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരാൾ ദുബായ് ഫ്രീ സോണിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളടുത്ത് പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ വെയിറ്റിംഗ് ചെയർ വരെ പൊള്ളുകയാണ് ഗൈസ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. സൺസ്ക്രീനൊന്നും തേച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. മേലൊക്കെ ആകെ ഡ്രൈ ആയിട്ട് ആകെ ഇങ്ങനെ ഒരു ഫുൾ ക്രാക്കഡ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ അവസ്ഥ. ഇവിടെ 25 മിനിറ്റ് കൂടുമ്പോഴാണ് ബസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. റൂമത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താവും ഇന്ന് കണ്ടറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ പോയാൽ തന്നെയാണ് നമുക്ക് എന്തറിയാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഇനി നാളെ ഇൻ്റർവ്യൂവിന് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളിപ്പോഴും ഈ ഒരു ബെഡ് സ്പേസിലാണ്, ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. നമ്മുടെ 2 മാസം വിസിറ്റിംഗ് എടുത്തത് ആ ഒരു ബെഡ് സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ പോകട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിസ്ക് എന്നില്ല, കുഞ്ഞൊരിതിൽ ഞാൻ ആ ഒരു സേഫ് സോൺ ക്രോസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോണത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പരിചയമായിട്ടുള്ള 2 മലയാളീസും കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് ഇന്ന് പോണത്. ഓക്കെ, ഇവിടെ ഞാൻ വന്നതൊരു 10:45 സമയത്താണ് വന്നത് ഗൈസ്. ഇതുവരെ ബസ് വന്നിട്ടില്ല കേട്ടോ. ഇനി 11:25 ബസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇരുന്നിട്ട് ചൂടെടുത്ത് ഞാൻ ഇങ്ങനെ അയ്യോ ഒന്നും പറയണ്ട, എന്തൊരു ചൂടാണെന്നറിയോ, സഹിക്കാൻ വയ്യ കേട്ടോ. ഫുള്ള് ഞാൻ വിയർത്ത് ഒലിച്ചിരിക്കുകയാണ്. സങ്കടം കൊണ്ട് കരയാൻ തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ 2-3 ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. എനിക്കൊരു എക്സ്പ്രഷൻ ഇടാൻ പോലും വയ്യ, അത്രയും ചൂടാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് 11:25 സമയത്ത് ബസ് വന്നു. ബസ്സിൽ കയറിയപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ ദൈവമേ, അത് നമുക്ക് ജോലി കിട്ടിയതിനെക്കാട്ടും കൂടുതലൊരു സന്തോഷമുള്ള കാര്യമാണ് എസിലോട്ട് കയറുക എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പോഴേക്ക് മനസ്സിലായി 11:25 ബസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ F02 നമ്മൾ കയറിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് ഇത്തിസലാത്തിലോട്ടാണ് പോകാനുള്ളത് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ബസ് നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മെട്രോയിൽ നമുക്ക് ആക്സസ് കിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. എൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റോളം വരുന്നുണ്ട് മെട്രോയിലോട്ട്. ഞാൻ കുറച്ച് ഉള്ളേരിയയിലാണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെഡ് സ്പേസ് എടുക്കേണ്ടത് ഇപ്പോഴും മെട്രോയുടെ അടുത്ത് വേണം നിങ്ങൾ ബെഡ് സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്നെപ്പോലെ കുറച്ച് ദൂരെ ഉള്ളേരിയയിൽ പോയിട്ട് ബെഡ് സ്പേസ് എടുക്കരുത്. അത് നിങ്ങൾക്ക് എപ്പോഴും പൈസയുടെ കാര്യത്തിൽ നഷ്ടം വരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിന് പെട്ടെന്ന് എത്താൻ പറയുമ്പോഴും അത് ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യം കൊണ്ടും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിൽക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ കറക്റ്റ് ഇന്നലെ വിചാരിച്ചത് ഞാൻ നൈറ്റ് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തിരിച്ചു പോകാനും കറക്റ്റ് വഴി അറിയാത്ത കാരണം ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് കാലത്ത് പോകാമെന്ന്. 10 മണിക്കൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും എന്തൊരു വെയിലാണെന്നറിയോ എൻ്റെ കൃഷ്ണയ്ക്ക്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വെയിൽ തീരെ പറ്റില്ല. അങ്ങനത്തെ ഒരു ബോഡിയാണ് എൻ്റെ ബോഡി കേട്ടോ. ഭയങ്കര ടയേർഡായി. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ടെൻഷനിലാണ് ഞാൻ പോണത് കേട്ടോ. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നും ഞാനൊരു ബെഡ് സ്പേസിലിരിക്കും. ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. ജോബൊന്നും നേരാവാഞ്ഞിട്ടും ഇൻ്റർവ്യൂ കോഴ്സ് ഭയങ്കര കുറവാവുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സേഫ് സോണിൽ ഞാൻ എന്ത് ചെയ്തേ, അത് ബ്രേക്ക് ചെയ്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ
ആദ്യത്തെ ഇൻ്റർവ്യൂവിന് കണ്ട ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് നേരത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അവരെന്നെ കാണാനാണ് പോണത്. നമ്മൾ ദുബായ് മോളിലോട്ടാണ് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് മോളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ ജോബ് വിസിറ്റിങ്ങിന് വന്ന ആൾക്കാരടുത്ത് മാത്രമേ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ജോബൊന്നും ആയില്ല വെച്ച് നിങ്ങളിങ്ങനെ ഡള്ളായിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോകുക, അധികം എക്സ്പെൻസ് വരുത്താത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്ത് പോവുക. ഓക്കെ, ഞാനിവിടെ ചെന്നപ്പോൾ ഐസ്ക്രീംസൊക്കെ ടേസ്റ്റ് നോക്കാൻ തരും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡിനൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ഐസ്ക്രീമാണ്. എന്താ പറയുക, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ചോദിക്കും ഇന്നത് വേണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. നമ്മൾ ഈ കടകളിലൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ട് അതുപോലത്തെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടി ആമിക്ക് പെർഫ്യൂം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി പോയി. നല്ല എമൗണ്ട് ഉണ്ട്, 100 ദിർഹംസാണ് 4 150 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ 100 ദിർഹംസിനാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞാനവിടെ എന്താ പറയുക, മെട്രോയിലായതുകൊണ്ട് തന്നെ വേഗം എത്തി. ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. മെട്രോയിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവം ഈ വഴി തെറ്റിപ്പോവും, അവിടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറി കയറുകയൊക്കെ വേണം. അതായിരുന്നു എനിക്ക് ഡൗട്ട്. അതുപോലെ പ്ലാറ്റ്ഫോം എങ്ങനെ നോക്കും എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ നോയൽ കാർഡ് ആക്സസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് തന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മാപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റിലും റൈറ്റിലോ അങ്ങനെ ഉണ്ടായിരിക്കും. ജസ്റ്റ് അത് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ ഒരിക്കലും വഴി തെറ്റില്ല കേട്ടോ. ഇവരാണ് ഫ്രണ്ട്സാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, മെട്രോയിൽ വരുമ്പോൾ എങ്ങനെ വരണം എന്നൊക്കെ ഭയങ്കര ഡീറ്റെയിലായിട്ടാണ് എനിക്കൊരു പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏജിലുള്ള ആൾക്കാരെ നമ്മൾ കൂട്ടുപിടിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ദുബായ് മോളിലൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു. കുറേ നടക്കാണ്ട് കേട്ടോ, ഇഷ്ടം പോലെ നടന്ന് അതൊരു വിധാവും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഇവരുടെ കൂടെ എനിക്ക് പോയപ്പോൾ നമ്മുടെ ഒരു കോളേജ് വൈബൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം എനിക്ക് എൻ്റെ കാലുവേദനയോ ഒന്നും എനിക്കൊരു ഫീലായില്ല. പക്ഷേ തിരിച്ച് റൂമിലോട്ട് എത്തിയപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ ഒരു ദിവസം മൊത്തം ഞാൻ കിടന്നുറങ്ങി ഗൈസ്. ഈ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കുട്ടിയുടെ പേരാണ് അയോമി എന്നാണ് പേര്. അവളെ ആമീന്ന് വിളിക്കുന്നതാണ് ആൾക്കിഷ്ടം. പിന്നെയുള്ള കുട്ടിയുടെ പേര് സ്മൃതി എന്നാണ്. അത് ആമിയുടെ ഫ്രണ്ടാണ്. അവൾക്കിപ്പോൾ റീസെൻ്റ്ലി ജോബ് കിട്ടിയിട്ടുണ്ട്. അവൾ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ജോബ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്കിൽ ബി എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് അവൾക്ക് ജോബ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഉള്ളതാണ് വൈശാഖ്. അവൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. ബാക്കി 2 വീട് തൃശ്ശൂരാണ്. ഒരാളുടെ വീട് ഗുരുവായൂരും ഒരാളുടെ വീട് തൃശ്ശൂരും. എൻ്റെ വീട് മലപ്പുറം കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ സ്മൃതി നന്നായി വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് തരാമോ, വ്ളോഗിൽ ഇടാക്കാനാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്തു തന്നു, കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നു. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെട്രോ യൂസ് ചെയ്യുന്ന സമയത്ത് നോയൽ കാർഡിൻ്റെ ബാലൻസ് നമ്മളത് എന്താ പറയുക, ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോയൽ കാർഡിൻ്റെ ബാലൻസ് കാണിക്കും. അതെപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. മിനിമം ബാലൻസ് എത്രയോ 12-9 ദിർഹംസ് അങ്ങനെ എന്തോ ആണ്. ആ മിനിമം ബാലൻസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ അടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നോയൽ കാർഡ് റീചാർജ് ചെയ്യാത്ത കാര്യം ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സസിബിൾ ആയിട്ടുള്ള, അതായത് മെട്രോ ബസ് വരുന്നൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യാം. അതിന് ശേഷം നോയൽ കാർഡൊക്കെ എടുക്കുക. ഓക്കെ, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞങ്ങൾ ദുബായ് മോളിൽ ഈ ഒരു അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് പോയി. ഷാർക്കിനെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എമൗണ്ട് കൊടുക്കാതെ, ടിക്കറ്റ് എടുക്കാതെ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലമേ ഉള്ളൂ. അത് ഞാൻ കണ്ടു. ഷാർക്കിനെയൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ല. അത് എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും. നമ്മളതൊന്നും ചെയ്തിട്ട് ജസ്റ്റ് പോയി കണ്ടു, അത്രയേ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി ഇങ്ങനെ മാറിയിട്ടോ. കുറച്ച് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി തുടങ്ങി. ഈ ദുബായ് സിറ്റി കാണുമ്പോഴും ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസും എന്തൊക്കെയോ ഒരു ഹോപ്പ് ആരൊക്കെയോ തരുന്നത് പോലെയാണ് എനിക്ക് ദുബായിലോട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴൊരു ഫീൽ കേട്ടോ. നമ്മൾ റൂമിൽ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവായിരുന്നു. അതിൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം. നിങ്ങളിവിടെ വിസിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എവിടെ സ്ഥലം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, കരാമയിലോട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ബുർജ് ഖലീഫ കണ്ടു. അതും കൂടി ഞാൻ പറയട്ടെ. ആദ്യമായിട്ട് ഞാൻ
ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ബുർജ് ഖലീഫ ഞാൻ കണ്ടു ഗൈസ്. മന്തി കഴിച്ചു. പിന്നെ പോയിട്ട് ഭയങ്കര ഫ്ലോപ്പ് മന്തി ആയിരുന്നു. കരാമേന്നാണ് കഴിച്ചത്. ഇനി ഒരിക്കലും അത് കഴിക്കരുതെന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.